ഹായ് ഓൾ. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എക്സൽ ഫയലിനെ നമ്മുടെ ഓട്ടോ ക്യാഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നോർമലി നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് എക്സലിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഫയലിനെ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഓട്ടോ ക്യാഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ടേബിൾ ഓപ്ഷനിൽ പോവുക. ടേബിൾ ഓപ്ഷനിൽ വന്നതിന് ശേഷം നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് അതായത് സ്റ്റാർട്ട് ഫ്രം ദി എംപ്റ്റി ടേബിൾ എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിവിടെ ഫ്രം എ ഡേറ്റ ലിങ്ക്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്കൊരു ലോഞ്ച് ദി ഡേറ്റ ലിങ്ക്ഡ് മാനേജർ ഡയലോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് എ ന്യൂ എക്സൽ ഡേറ്റ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണോ പേര് കൊടുക്കേണ്ടത് വാട്ടവർ നമ്മളിപ്പം ABC എന്ന് ഞാനിവിടെ പേര് കൊടുക്കുവാണ്. പേര് കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ABC എന്ന് പറഞ്ഞൊരു ഫോൾഡർ അല്ലെങ്കിൽ പേര് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ ABCD എന്ന് പറഞ്ഞ ഫയൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ഒരു ബ്രൗസിംഗ് ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ എക്സൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഫയൽ എവിടെയാണോ ഉള്ളത്, അതായത് ഇപ്പോൾ ഞാൻ ഈ വർക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രൗസ് ഓപ്ഷനിൽ പോയിട്ട് ഈ ട്രയൽ ഫയൽ ഞാൻ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ട്രയൽ ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഫയൽ, അതായത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ ശരിക്കും ഇതാണ്. അതായത് ജസ്റ്റ് SL നമ്പർ മെറ്റീരിയൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് റഫായിട്ടൊരു പേജ് ഞാനിവിടെ അല്ലെങ്കിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാകും, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഞാൻ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്കിപ്പം റേഞ്ച് ഉണ്ട്, അതായത് ഇപ്പോൾ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആ ഫയൽ തന്നെ ഓപ്പൺ ചെയ്യുവാണ്. ഇവിടെ എനിക്കായത് A1 എന്ന് പറഞ്ഞ ഫയൽ തൊട്ടിട്ട് C10 വരെയുള്ള ഫയലാണ് വേണ്ടുന്നത്, അല്ലെങ്കിൽ B1 തൊട്ടിട്ട് C10 വരെയാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേണ്ടുന്ന റേഞ്ച് കൊടുക്കാം. അതായത് ഇവിടെ കണ്ടോ, നമുക്കിവിടെ ലിങ്ക് ടു റേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതായത് ഇപ്പോൾ B1 തൊട്ടിട്ട് എനിക്ക് ഇപ്പോൾ C10 വരെയാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ C10 വരെയെന്ന് എനിക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, കൊടുത്തിട്ട് ഞാൻ പ്രിവ്യൂ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് ഈസി ആയിട്ട് ഇത് കണ്ടോ നമുക്ക് കൊടുക്കേണ്ട മെറ്റീരിയൽ ഏതാണെന്ന് കാണിക്കും. ഇപ്പം ഞാനിവിടെ ഇപ്പം അങ്ങനെ കൊടുക്കുന്നില്ല, ജസ്റ്റ് അല്ലാതെ നമുക്ക് ഫുൾ എല്ലാ ഫയലും തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൊടുക്കാൻ പോവാണ്. നമ്മുടെ ഫുള്ള് ഫയലിനെ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ദേ നമ്മുടെ ഈ ഫുൾ ഫയൽ ഇവിടെ വന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഞാനിത് ഓക്കെ കൊടുത്തതിന് ശേഷം ലിങ്ക് ദി എൻറ്റയർ ഷീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനെ എന്ത് ചെയ്യുകയാണ്, ഓക്കെ കൊടുത്ത് ഈ ഫയലിനെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഫയലിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കിതിവിടെ വരും. ഞാൻ ഇതിനെ കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും എനിക്ക് ആ ടേബിൾ ആക്ച്വലി എല്ലാം ഉള്ള ഫുൾ മെറ്റീരിയൽസോട് കൂടിയ ടേബിൾ എനിക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ എക്സൽ ഷീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഓട്ടോ ക്യാഡിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന എക്സൽ ഷീറ്റിനെ കൺവേർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചേക്കുവാണ്. ഇതിലെന്തെങ്കിലും എഡിറ്റിങ്ങോ ചേഞ്ചസോ എന്തെങ്കിലും വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഈ സെല്ലെല്ലാം ലോക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ലോക്ക് സെല്ല് അല്ലെങ്കിൽ സെൽ ലോക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്ന് അൺലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ചേഞ്ച് വരുത്തേണ്ടത് അവിടെ നമുക്ക് ചേഞ്ച് വരുത്താം. അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിളിന് 1000 എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ഫയൽ അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ ക്യാഡിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഈ ഷീറ്റയിൽ നമ്മൾ ചേഞ്ച് വരുത്തി. അതേ സെയിം ചേഞ്ച് നമ്മുടെ എക്സൽ ഫയൽ, ഇത് നമ്മുടെ ഇവിടെ കിടക്കുന്ന ഈ ഫയലിലും ഇതേ സെയിം ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ ഷീറ്റിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ഡേറ്റ ലിങ്ക് ടു എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ഡേറ്റ ലിങ്ക് ടു എക്സ്റ്റേണൽ സോഴ്സ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്നതാണ്. നമ്മൾ ഇതേൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഡേറ്റ ലിങ്ക് ഹാസ് ചേഞ്ച്, അതായത് നമ്മളിവിടെ കൊടുത്തേക്കുന്ന ചേഞ്ച് ഓട്ടോമാറ്റിക്കലി ആ ഫയലിലും ചേഞ്ച് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ചേഞ്ചസ് അതുപോലെ തന്നെ ചേഞ്ച് വരുത്തി കൊടുത്തു. ഇനി ഞാൻ എക്സൽ ഷീറ്റിലേക്ക് വരുവാണ്. ഞാൻ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ഞാൻ ആ വരുത്തിയ ചേഞ്ച് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു. ഇനിയിപ്പോൾ നമ്മളിവിടെ വേറൊരു വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചോ, സെയിം ലൈക്ക് ഇവിടെ വന്ന് സെല്ലിനെ അൺലോക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ഇവിടെയും വന്ന് 1000 എന്ന് കൊടുക്കുകയെന്ന് വിചാരിച്ചു. 1000 എന്ന് കൊടുത്ത് ഞാൻ ഈ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ഡേറ്റ എക്സ്റ്റേണൽ സോഴ്സ് ഞാനത് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്ത് ഞാൻ ഈ ഫയലിനെ ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി ആ ചേഞ്ച് ഇവിടെ വരുന്നത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ടാണ് ഞാനിവിടെ ആ ചേഞ്ച് വരുത്തിയേക്കുന്നത് എനിക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്റ്റേണൽ സോഴ്സിനെ ഞാനിവിടെ ലിങ്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതായത് അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്ന്
ആ ട്രയൽ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കിവിടെ ചേഞ്ച് വരുന്നുണ്ടാവും. ആ ചേഞ്ച് ഈസി ആയിട്ട് എനിക്കിവിടെ രണ്ടിലും ആ ചേഞ്ച് വരുന്നുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ഈ എക്സൽ ഫയൽ നമ്മൾ ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക. എക്സൽ ഫയൽ ഞാൻ വീണ്ടും ഇതിനെ രണ്ടിനെയും ചേഞ്ച് ചെയ്തു. ഞാൻ എന്നിട്ട് ഈ ചേഞ്ചിനെ സേവ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ടേബിൾ ഡാറ്റ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, നമ്മുടെ എക്സൽ ഷീറ്റിൽ നമ്മൾ ചേഞ്ച് വരുത്തിയത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ചേഞ്ച് ആവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എസ്റ്റിമേഷൻ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനെ റെഫർ ചെയ്ത് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓട്ടോക്യാഡിൻ്റെ അകത്ത് ലിങ്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളോ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ എഡിറ്റിംഗ് ഇവത്തേൽ ചേഞ്ച് വരുത്തി കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഓട്ടോക്യാഡിലുള്ള ഒരു ഫയൽ അല്ലെങ്കിൽ എക്സലിലുള്ള ഒരു ഫയലിനെ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കി. ഇനി ഓട്ടോക്യാഡിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് സെയിം ലൈക്ക് കൊണ്ടുവന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ഓപ്ഷൻ കണ്ടോ. ഞാനിവിടെ എക്സ്പോർട്ട് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ടേബിൾ, നമുക്കിവിടെ ഫയൽ ടൈപ്പ് .csv എന്ന് പറഞ്ഞായിരിക്കും വരിക. ഞാനിപ്പോൾ അതൊരു ടേബിൾ ഫോമാറ്റ് തന്നെയാണ്. ഞാനിവിടെ പേരിപ്പം എന്തെങ്കിലും റാൻഡം ആയിട്ട് ഒരു പേര് ഞാൻ കൊടുക്കുകയെന്ന് വിചാരിച്ചു. റാൻഡം ആയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പേര് കൊടുത്തിട്ട് ഞാൻ ഈ ഫയലിനെ സേവ് ചെയ്തു. ഓക്കെ, നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിവിടെ വന്ന് എക്സൽ ഫയലിനെ എടുത്തതിന് ശേഷം എക്സൽ ഫയൽ വന്ന് ഓപ്പൺ റീസെൻറ്റ് ഫയൽസിൽ നമ്മൾ ഫോൾഡറിൽ വന്ന് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഫയലിനെ എനിക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഞാൻ ഓപ്പൺ ഓപ്ഷനിൽ വരുന്നു. അതിനുശേഷം ഇപ്പോൾ ഫോൾഡറിൽ എൻ്റെ ഫയൽ ഞാനിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഫയലിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ടേബിളിനെ ഇവിടേക്ക് ഇമ്പോർട്ട് ആവുകയും ചെയ്യും. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഒരു ഓട്ടോക്യാഡിൽ എക്സലിലുള്ള ഫയലിനെ നമുക്ക് എങ്ങനെ ഓട്ടോക്യാഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതും, അതുപോലെ തന്നെ ഓട്ടോക്യാഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ടേബിളിനെ എങ്ങനെ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.